ബൂട്ടിട്ട് നമ്മളെ തിരിച്ചു നിർത്തിയതിന് ശേഷം നട്ടെല്ലിൻ്റെ താഴെയാണ് ശരിക്കും ചവിട്ട് വരുന്നത്. നീയും പണിയനാണോടാ, നിൻ്റെ അമ്മയ്ക്കുണ്ടായ മക്കളൊക്കെ പോലീസുകാരുടേതാണോ, അതുകൊണ്ടാണോ നീ പോലീസുകാരനെ വെട്ടാൻ ക്ലാസ് എടുത്തത്? ഞാൻ അനുഭവിച്ചത് കൂടാതെ എൻ്റെ കുടുംബം ആ രീതിയിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര കോമ്പൻസേഷൻ തന്നാലും മതിയാവാത്ത അത്രയും വലിയ പ്രശ്നമാണ്. അന്നത്തെ മന്ത്രിയായിരുന്ന നാലകത്ത് സോപ്പി അപ്പോഴും എന്നെ തീവ്രവാദിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. പോലീസുകാർ ഭയങ്കരമായിട്ടുള്ള പ്രചരണം നടത്തിയിരുന്നു, ഞാൻ നക്സലൈറ്റാണ്, എനിക്ക് ഇതുമായിട്ട് ഭയങ്കര ബന്ധമാണെന്നൊക്കെ. മുത്തങ്ങയിലെ പോലീസ് വേട്ടയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കെ സുരേന്ദ്രൻ എന്ന അധ്യാപകൻ. അന്ന് പോലീസ് സുരേന്ദ്രൻ്റെ നടുവിനിട്ട് ഭീകരമായി ചവിട്ടി, ചെവി അടിച്ചു പൊട്ടിച്ചു. 23 വർഷത്തിന് ശേഷം മുത്തങ്ങയിൽ വിധി പറഞ്ഞപ്പോൾ ആ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്നും സുരേന്ദ്രൻ മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഗീതാനന്ദൻ്റെ ഡയറിയിൽ കണ്ട പച്ചമഷി കൊണ്ടുള്ള താങ്കളുടെ നമ്പർ, അതുമാത്രമാണ് താങ്കൾക്ക് സമരവുമായിട്ടുള്ള ഒരു ബന്ധം. എങ്ങനെയാണ് ആ സമയത്തെ പോലീസ് വേട്ട ഇന്ന് ഓർമ്മിക്കുന്നത്? പോലീസ് എന്നെ പിടിച്ചുകൊണ്ടുപോയി ഭീകരമായിട്ട് ചവിട്ടുന്ന സമയത്ത് ഞാൻ വളരെ ദയനീയമായിട്ട് ഈ അന്നത്തെ ചവിട്ടിയ SI വിശ്വംഭരനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ മുത്തങ്ങ സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അന്ന്, അപ്പോൾ അതുകൊണ്ട് എന്നെ ഇതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നത് ഒഴിവാക്കണം എന്ന് ദയനീയമായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിനക്ക് ബന്ധമില്ലാതെ എങ്ങനെയാടാ ഡേഷ് മോനെ നിൻ്റെ പേരും ഫോൺ നമ്പറും ഗീതാനന്ദൻ്റെ ഡയറിയിൽ പച്ചമഷിയിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്നെ ചവിട്ടിയത്. ഞാൻ ആകെ 2 തവണയാണ് മുത്തങ്ങ സമരം ഭൂമിയിൽ പോയത്. അപ്പോൾ ഒരു തവണ ഞാൻ ചെന്നപ്പോൾ ഗീതാനന്ദനെ കണ്ടപ്പോൾ അന്ന് കുറേ ആദിവാസി വിദ്യാർത്ഥികൾ, അവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഗീതാനന്ദനോട് അന്വേഷിച്ചപ്പോൾ ഗീതാനന്ദൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം മാഷ് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. എൻ്റെ അല്ല, ശരിക്കും ഡയറ്റിലെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എഴുതാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേനയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പച്ചമഷിക്ക് ഞാൻ അറ്റസ്റ്റ് ചെയ്യാനൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന പച്ചമഷിയിൽ ഉള്ള പേന വാങ്ങി ഗീതാനന്ദൻ എൻ്റെ പേരും നമ്പറും അതിൽ കുറിച്ചിട്ടു. അപ്പോൾ ഇതാണ് വലിയൊരു തെളിവായിട്ട് ഞാനെന്തോ പ്രത്യേകമായിട്ടുള്ള ഇതിൻ്റെ ബുദ്ധികേന്ദ്രമാണെന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു തെളിവായിട്ട് പോലീസുകാർക്ക് ആകെ കിട്ടിയ ഒരു സാധനം. അതിൽ വെച്ചിട്ട് പിന്നീട് കഥകൾ മെനഞ്ഞെടുക്കുകയായിരുന്നു, വലിയ കഥകൾ. കാരണം ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കാമായിരുന്നു. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്ലാസ്സല്ല, മറിച്ച് ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ മുഴുവൻ ബുദ്ധികേന്ദ്രവും ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അന്ന് പോലീസ് പ്രതി ചേർക്കുകയും ഇവർ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തത്. എങ്ങനെയായിരുന്നു ആ മർദ്ദന ദിവസമൊക്കെ? എങ്ങനെയാണ് ആ സമയത്ത് ഓർമ്മ? മർദ്ദന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഡയറ്റിൽ നിന്ന് പിടിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോയി. ആ സമയത്തും തന്നെ വിശ്വംഭരൻ എന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരിൽ ചിലരൊക്കെ എന്നെ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ തടഞ്ഞതിൻ്റെ പുറത്ത് അയാൾ ജീപ്പിലിട്ട് എന്നെ മർദ്ദിച്ചില്ല. നേരെ അവിടെ കൊണ്ടുപോയി ചില പോലീസ് ഓഫീസർമാരെ എന്നെ പ്രദർശിപ്പിച്ചതിന് ശേഷം, പോലീസ് ഓഫീസർമാരെ കാണിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അവിടെ വെച്ച് ദേവരാജൻ എന്ന് പറയുന്ന CI എൻ്റെ വയറിനിട്ട് ഇടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റൈറ്ററുടെ റൂമിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ 2 പോലീസുകാർ ചേർന്ന് നമ്മളെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് 2 പേരും കൈക്ക് ബലമായി പിടിച്ചിട്ട് ഈ വിശ്വംഭരൻ പുറകിൽ നിന്ന് ചവിട്ടുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രതികളായ പോലീസുകാരെല്ലാവരും കൂടി എന്നെ മർദ്ദിക്കുകയും ഭീകരമായ അനുഭവമായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ. അതിൻ്റെ കാറ്റ് കയറ്റിയിട്ട് 2 ചെവിയും ഇങ്ങനെ കാറ്റ് കയറ്റിയതിന് ശേഷം ആഞ്ഞടിക്കുക. അപ്പോൾ നമ്മുടെ നെറുകം തലയിലാണ് അതിൻ്റെ വേദന വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് അന്ന് രാവിലെ മുതൽ ഏകദേശം 10:30ക്കാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. 10:30 മുതൽ അന്ന് രാത്രി ഒരു 10 മണി വരെ ഇത് തുടർന്നു. അധിക്ഷേപ വാക്കുകൾ കൊണ്ടുള്ള ഭയങ്കരമായിട്ട് നീയും പണിയനാണോടാ, അതുപോലെ നിൻ്റെ അമ്മയ്ക്കുണ്ടായ മക്കളൊക്കെ പോലീസുകാരുടേതാണോ, അതുകൊണ്ടാണോ നീ പോലീസുകാരനെ വെട്ടാൻ ക്ലാസ് എടുത്തത്, അങ്ങനെയുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്.
ഈ നട്ടലിനിട്ടൊക്കെ ചവിട്ടിന്ന് തോന്നുന്നു അല്ലേ? ബൂട്ടിട്ട് നമ്മളെ തിരിച്ചു നിർത്തിയതിന് ശേഷം നട്ടലിൻ്റെ താഴെയാണ് ശരിക്കും ചവിട്ട് വരുന്നത്. അത് ശരിക്ക് ബൂട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മുടെ പുറത്ത് പതിക്കുന്നതുകൊണ്ടാണ് അത് അവിടെ വിട്ടുപോകാത്തത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ധിബന്ധങ്ങൾ വിട്ടുപോകുമായിരുന്നു. ശബ്ദമുയർത്തുന്നവരെ ഈ രാജ്യദ്രോഹിയാക്കുക, അതുപോലെ നക്സലൈറ്റ് ആക്കുക എന്നുള്ള കുറച്ച് കാലമായിട്ട് നമ്മൾ വലിയ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ പേരിൽ താങ്കളെയും താങ്കളെ കുടുംബത്തെയും നക്സലൈറ്റുകളെന്നും അതുപോലെ തന്നെ ഭീകരവാദികളെന്നും ഒക്കെ മുദ്രകുത്തിയില്ലേ? മുദ്രകുത്തി. ആദ്യം മുതലേ ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ പസഫിക് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ വിനോദ് ജോസും അതുപോലെ മിറാൻഡ കെന്നഡി അതുപോലെ ജോസ് പവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വിദേശ ജേർണലിസ്റ്റുകളും വന്നിരുന്നു. അപ്പോൾ വിനോദ് ജോസുമായിട്ടുള്ള പരിചയത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പുറത്ത് ഞാൻ അവരുടെ ഒപ്പം അന്ന് ഈ CK ജാനുവിനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് അവർ വന്നത് സമരം നടക്കുന്ന സമയത്ത്. ഞാൻ ആ ഇൻ്റർവ്യൂ സ്ഥലത്തേക്കൊന്നും ഞാൻ പോയില്ല. ഞാൻ ഗേറ്റിൽ നിൽക്കുകയായിരുന്നു. അവരുണ്ടായിരുന്ന അവർ സ്ഥാപിച്ചിരുന്ന ഗേറ്റിൻ്റെ അവിടെ ഞാൻ നിന്നു. ഇവർ അകത്ത് പോയി ജാനുവിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളെ നിരന്തരം പോലീസ് പിന്തുടരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള സമരത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് കാണുകയും അങ്ങനെ ആ രീതിയിൽ എന്നെ വലിയ തീവ്രവാദിയായി ചിത്രീകരിക്കുകയും ചെയ്തു. അതിൽ എനിക്കുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചത് കൂടാതെ എൻ്റെ കുടുംബം ആ രീതിയിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ അന്ന് 9ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരുടെ അച്ഛൻ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ അനുഭവിച്ച ആ ഒരു വിഷമം അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര കോമ്പൻസേഷൻ തന്നാലും മതിയാവാത്ത അത്രയും വലിയ പ്രശ്നമാണ്. യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ലാത്ത ഒരാളെ കൊണ്ടുപോയി ഈ രീതിയിൽ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതികഠിനമായ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അതീവ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. 40 ദിവസത്തിന് ശേഷമാണ് താങ്കൾക്ക് ജാമ്യം ലഭിക്കുന്നത്. അപ്പോഴേക്കും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? ജോലി പോയി. എങ്ങനെയാണ് തുടർന്നുള്ള ഒരു നിയമപോരാട്ടവും ജോലിയിലേക്കുള്ള തിരിച്ചുകയറ്റവും എങ്ങനെയായിരുന്നു? അത് CBI എൻക്വയറി നടന്നതിന് ശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഇതായിട്ട് CBIയിലേക്ക് എഴുതി ചോദിച്ചിരുന്നു എൻ്റെ കേസ് എന്താണ് സ്ഥിതി. അപ്പോൾ അവർ ഡിപ്പാർട്ട്മെൻറ്റിന് മറുപടി കൊടുത്തു. പിന്നെ ഇയാളെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിന് അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ്. കാരണം CBI എൻക്വയറിയിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിലുള്ള ഒരു ശുപാർശ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തുടർ നടപടിയായിട്ട് എന്നെ പിന്നെ സർവീസിൽ തിരിച്ചെടുക്കുകയുണ്ടായി. സർവീസിൽ തിരിച്ചെടുക്കുകയും അതുപോലെ അതിനുശേഷം എൻ്റെ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുകയുണ്ടായി. ആദ്യം വയനാട്ടിലല്ല, ആദ്യം കോട്ടയത്താണ്. അന്നത്തെ മന്ത്രിയായിരുന്ന നാലകത്ത് സോപ്പി അപ്പോഴും എന്നെ തീവ്രവാദിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാലകത്ത് സോപ്പി പറഞ്ഞു ഒരു കാരണവശാലും ഇയാളെ വയനാട്ടിൽ പോസ്റ്റ് ചെയ്യില്ല എന്ന്. അങ്ങനെ തന്നെ കോട്ടയം ഡയറ്റിലാണ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. ഞാനതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ തന്നെ റിട്ട് ഫയൽ ചെയ്തതിൻ്റെ അനുകൂലമായിട്ട് ഉള്ളൊരു വിധിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വയനാട്ടിലേക്ക് കിട്ടുന്നത്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുമ്പോൾ ഒന്നിനും ഇടപെടണ്ടായിരുന്നു എന്നൊരു സങ്കടമൊക്കെ ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞാനൊന്നിലും ഇടപെട്ടിരുന്നില്ല ശരിക്കും. കാരണം എനിക്ക് അങ്ങനെ ഇടപെട്ടതിൻ്റെ പുറത്തല്ല ഞാൻ ആദിവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. മറിച്ച് അവരുടെ ഇടയ്ക്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം മാത്രമാണ് ഞാൻ ചെയ്തത്. അത് ഒരു തെറ്റായ കാര്യമായിട്ട് എനിക്ക് ഇന്നും തോന്നുന്നില്ല. അത് ഞാൻ ഒരു വയനാട്ടിൽ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ഈ നിസ്വരായ ജനങ്ങളോട് ഒരു അനുഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പുറത്തൊന്നും തന്നെ എനിക്ക് യാതൊരു ഒരു തെറ്റായ ഇതും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ആ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടത് കൊണ്ട് തന്നെ, മറിച്ച് നമ്മുടെ സമൂഹം ആ രീതിയിൽ വികസിച്ചിട്ടില്ല എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ എൻ്റെ വിചാരങ്ങളും എൻ്റെ അനുകൂല പ്രവർത്തനങ്ങളൊന്നും തെറ്റായിപ്പോയി എന്ന് ഞാൻ
വിചാരിക്കുന്നില്ല. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മുത്തങ്ങ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലേ അത് സർവീസ് സംബന്ധമായ തെറ്റായിട്ട് വരുന്നുള്ളൂ. ഞാനതിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് കുടിൽ കെട്ടുകയോ അല്ലെങ്കിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുകയോ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഞാൻ അതിൽ നിന്ന് ആ സമര ഇപ്പോൾ ഗോത്രസഭയായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള സി കെ ജാനുവിനൊന്നും ശരിക്കും എനിക്ക് അറിയുക തന്നെ ഇല്ല. ജാനുവിനെയൊക്കെ ആദ്യമായിട്ട് കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് ജാനുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ പ്രദർശിപ്പിക്കുമ്പോഴാണ് ജാനു എന്നെ കാണുന്നത് തന്നെ. അത് അവർ ആത്മകഥയിലൊക്കെ അവർ ആ കാര്യം പറയുന്നുണ്ട്. ഗസറ്റഡ് അധ്യാപകനായിരുന്നു ആ സമയത്ത് അല്ലേ? അതെ. അപ്പം ഈ കുട്ടികൾക്കൊക്കെ ഇതിന് ശേഷം താങ്കളുടെ കുട്ടികളൊക്കെ ഈ നക്സലേറ്റിൻ്റെ മക്കൾ എന്നൊക്കെ അങ്ങനെയൊക്കെ സമൂഹം എല്ലാവരും വിളിച്ചോ? ആ കാലത്ത് അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് കണ്ടിരുന്നത്. കുട്ടികളെയൊക്കെ അങ്ങനെ തന്നെയാണ് ആ രീതിയിലാണ് കണ്ടിരുന്നത്. എന്നെ തന്നെ ഭയങ്കര തീവ്രവാദിയായിട്ടുള്ള ഒരു അധ്യാപകനായിട്ട് തന്നെയാണ് പൊതുസമൂഹവും കണ്ടത്. അതുപോലെ തന്നെ പോലീസുകാർ ഭയങ്കരമായിട്ടുള്ള പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നക്സലേറ്റാണ്, എനിക്ക് ഇതുമായിട്ട് ഭയങ്കര ബന്ധമാണെന്നൊക്കെ പോലീസുകാർ ഇതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പ്രചരണം നടത്തിയിരുന്നു അവർ. കുട്ടികളുടെയൊക്കെ ഒരു അതിന് ശേഷം കുട്ടി കുറച്ച് വളർന്ന് അറിയാൻ തുടങ്ങിയ ശേഷം കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, കുട്ടികൾക്ക് അങ്ങനത്തെ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുള്ളതായിട്ട് അവർ കാണുന്നില്ല, അവർ കണ്ടില്ല. അന്നൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള അച്ഛനെ പോലീസ് പിടിച്ച് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷമമൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ എൻ്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് അവരാരും എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മക്കളോ ഒന്നും തന്നെ ആ രീതിയിൽ എന്നെ കണ്ടിട്ടേ ഇല്ല. പോലീസ് പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അകാരണമായിട്ട് ആണ് ഈ മർദ്ദിച്ചതും അതുപോലെ കേസിൽ പ്രതി ചേർത്തതും ഞാൻ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതും എൻ്റെ ഇയർ ഡ്രം പൊട്ടിയതും ഒക്കെ തന്നെ ഒരു പോലീസിൻ്റെ തെറ്റായ നടപടിക്രമം കൊണ്ട് മാത്രമാണ്. താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്കിതൊന്നായിട്ടൊരു ബന്ധമില്ല? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സമയത്ത് മർദ്ദനത്തിന് ഒന്നുകൂടെ ഇത് കൂടുക ചെയ്യുന്നത്. ഒരിക്കലും അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുത്തിട്ടേ ഇല്ല. അവർക്കെല്ലാം അറിയാമായിരുന്നു, എല്ലാം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ് അവരിങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരുന്നത് തന്നെ. ഇത് പുറത്തുനിന്നുള്ള പോലീസുകാരും ഒക്കെ മർദ്ദിച്ചോ? അന്ന് കൊല്ലപ്പെട്ട വിനോദിൻ്റെ ഇതിൽപ്പെട്ട ആളുകൾ ഇടയ്ക്ക് വന്ന് മർദ്ദിച്ചിരുന്നു. പക്ഷേ കൂടുതലായിട്ടും മർദ്ദിച്ചത് ഇവർ തന്നെയാണ്. ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ്. പ്രതികളാണ് എന്നെ കൂടുതലും ഞാൻ പ്രതി ചേർത്ത ആ പോലീസുകാർ തന്നെയാണ് എന്നെ മർദ്ദിച്ചത്. അവർ മാറി മാറി മർദ്ദിക്കുമായിരുന്നു? മർദ്ദിക്കുകയും പിന്നെ അതുപോലെ തന്നെ അസഭ്യം അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പറയുകയും, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കുണ്ടായ മക്കളൊക്കെ പോലീസുകാരുടേതാണെന്നോ ഉള്ള തരത്തിലുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങളും അധിക്ഷേപങ്ങളും തെറിവാക്കുകൾ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. തെറി കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ചും പോലീസുകാരനെ കൊല്ലാൻ വേണ്ടി എന്തോ ആയുധ പരിശീലനം നടത്തിയ ആളെന്നുള്ള ഒരു ഇമേജിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് പോലീസുകാർ മരിച്ചതിൻ്റെ ചുരുക്കം മുഴുവൻ ഒരുപക്ഷെ നിങ്ങളോട് തീർച്ചയായും അല്ലേ? അതെ. എന്നെ മാത്രമല്ല, അന്ന് ഗീതാനന്ദനും ജാനുവിനും ഒക്കെ അന്ന് തന്നെ ജാനുവിനെയും ഗീതാനന്ദനെയും ഒക്കെ അന്നാണല്ലോ അറസ്റ്റ് ചെയ്തത്. അവർക്കൊക്കെ അതികഠിനമായ, ഇപ്പോൾ ജാനുവിൻ്റെ മുഖമൊക്കെ നമ്മളന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ ഗീതാനന്ദൻ്റെ വാരിയെല്ലൊടിഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള മർദ്ദനം ഭയങ്കരമായിട്ട് അവർക്കും ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള അവരെ മുഴുവൻ ഇവർ തല്ലി നാശമാക്കുന്നുണ്ട്. 2021 തോന്നുന്നു വിധി വരുന്ന നഷ്ടപരിഹാരമൊക്കെ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിക്കുന്നത് 2021. അതിനുശേഷമുള്ള അതിൻ്റെ ഒരു നിയമ പോരാട്ടമൊക്കെ എങ്ങനെയാണ് ഇതുവരെയുള്ളത്? അത് ശരിക്കും 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് മിനിമം വിധിയാണ്, മിനിമം എമൗണ്ടാണ് വിധിച്ചത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇത്രയും വർഷങ്ങളായ ഒരു കേസ് ഇനിയും തുടർന്ന് അങ്ങനെ പോകരുത് എന്നുള്ള ഒരു കോടതിയുടെ ഇൻറ്റൻഷൻ മുഖേനയായിരിക്കും ഒരുപക്ഷെ ഈ 5 ലക്ഷം രൂപ വിധിച്ചത്. പക്ഷേ ഗവൺമെൻറ് അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ നമുക്ക് തരാതെ പോലീസിന് വേണ്ടി അപ്പീൽ പോവുകയായിരുന്നു, പോലീസുകാർക്ക് വേണ്ടി. അപ്പോൾ അതെന്തിനായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിരുന്നത്? ഗവൺമെൻറ്റിനോട് നടപ്പാക്കാൻ പറഞ്ഞ കാര്യം നടപ്പാക്കാതെ എന്തിനായിരുന്നു അപ്പീൽ പോയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിനുശേഷം സെഷൻസ് കോടതിയിലാണ് അപ്പീൽ വന്നത്. അപ്പീൽ നമുക്ക് അനുകൂലമായിട്ട് നല്ല വിധി കിട്ടി. കാരണം ഞാൻ 15 ലക്ഷം രൂപയാണ് ആകെ ആവശ്യപ്പെട്ടത്. അതിൽ 12.5 ലക്ഷം രൂപ ഇപ്പോൾ
സെഷൻസ് കോടതി അനുവദിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ നടപ്പാക്കണം എന്നാണ് വിധിയുള്ളത്. പക്ഷേ 3 മാസം എന്ന് പറയുമ്പോൾ പുതിയ ഗവൺമെൻറ്റല്ലേ, പുതിയ ഗവൺമെൻറ് രൂപീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ഇത്രയും വർഷമായ വിധി നടപ്പാക്കണം, ഇനി തുടർന്നും അപ്പീലുകൾ നടത്തി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നേരിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അത് അനുകൂലമായി പരിഗണിക്കാമെന്നുള്ള ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി നല്ല രീതിയിലാണ് എന്നോട് ഇടപെട്ടതും എനിക്ക് ഉറപ്പ് തന്നതും. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിധി നടപ്പാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, കഴിഞ്ഞ സർക്കാർ അപ്പീൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോയതിന് ശേഷം മാത്രമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെടാൻ അവസരം കിട്ടിയിരുന്നില്ല. കാരണം ഇത്രയും ചെറിയൊരു തുക തരാതെ അത് വീണ്ടും അപ്പീൽ പോകുമെന്ന് അന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. താങ്കളന്ന് ആ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിലായിരുന്നു തോന്നുന്നു, സംഘടനയുടെ പരിപാടിയിൽ. പക്ഷേ ആ ദിവസത്തെ ഒരു നഷ്ടം താങ്കൾക്ക് എത്ര വലുതായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് അന്ന് നമ്മുടെ സർവീസ് സംഘടന ഉണ്ടായിരുന്നു, DSAK എന്ന് പറഞ്ഞിട്ട്. ആ സർവീസ് സംഘടനയുടെ ഒരു ധർണയിൽ പങ്കെടുക്കാൻ പോയതാണ്. ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇവിടുന്ന് 3-4 ടീച്ചേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ധർണയിൽ പങ്കെടുത്ത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രമുഖ പത്രപ്രവർത്തകനായിട്ടുള്ള സോമനാഥ് ആണ് ശരിക്ക് എന്നോട് ഈ വിവരം പറയുന്നത്. ഇപ്പം മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നു, കുറേ ആളുകൾ മരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് അന്ന് രാത്രിത്തെ ട്രെയിനിനാണ് ഞാൻ തിരിച്ചു വരുന്നത്. അന്ന് രാത്രിത്തെ ട്രെയിനിന് തിരിച്ചു വന്നു. പിറ്റേ ദിവസം 21-ാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് പോയി. 22-ാം തീയതിയാണല്ലോ രാവിലെ ആണ് അന്ന് ഗീതാനന്ദനെയും പിന്നെ ജാനുവിനെയൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷമാണ് എന്നെ കസ്റ്റഡിയിലെടുക്കുന്നത്. അന്നത്തെ ഭീകരമായ മർദ്ദനത്തിൻ്റെ ഒരു ശാരീരികാവശതയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ശാരീരികാവസ്ഥ ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ചെവിക്ക് ഇടയ്ക്ക് ജലദോഷമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെ ഈ നടുവിൻ്റെ വേദന, ഊരവേദന സ്ഥിരമായിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ബോഡി മൊത്തത്തിൽ വീക്കായിട്ട് എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊന്നും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഈ മർദ്ദനം ഭയങ്കരമായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മർദ്ദനം ഏറ്റതുകൊണ്ട് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അസുഖങ്ങൾ, പ്രഷർ, ഷുഗർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ശാരീരികമായിട്ട് വളരെ അവശതയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വിശ്വംഭരൻ എന്നുള്ള പോലീസുകാരനാണ് ഭീകരമായി മർദ്ദിച്ചതെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾക്ക് എപ്പോഴെങ്കിലും പിന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നോ? പിന്നീട് ഞാൻ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ക്രിമിനൽ കേസ് ഫയൽ ചെയ്തപ്പോൾ അവരെല്ലാവരും ഹാജരാകുമായിരുന്നു സ്ഥിരമായിട്ട്. അത് പിന്നീട് ആ ക്രിമിനൽ കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്യുകയാണ് ചെയ്തത്. ക്വാഷ് ചെയ്തതോടുകൂടി അത് ഇല്ലാണ്ടായി. എന്നിട്ട് ഞാൻ വീണ്ടും ആ ക്രിമിനൽ കേസ് ഒന്നുകൂടെ തുടരാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും എനിക്കതിനുള്ള അനുമതി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ആ ക്രിമിനൽ കേസ് പോയി സിവിൽ കേസ് മാത്രമായി ഒതുങ്ങി. അന്നത്തെ സമരം പിന്നീട് ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നു. അന്നത്തെ സമരം അന്നത്തെ ആൻ്റണി സർക്കാരിനെ മറിച്ചിടാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഗവൺമെൻറ്റിനെ മറിച്ചിടുമെന്നും ആ സമരത്തിൻ്റെ ലക്ഷ്യമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ വേണ്ടിയൊന്നുമല്ല, ആദിവാസികൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടിയായിരുന്നു സമരം. ആദ്യ ദിവസമായിരുന്നു അല്ലേ ഭീകരമായിട്ടുള്ള മർദ്ദനം. പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെയുള്ള അവിടുന്ന് മർദ്ദനം ഉണ്ടായോ? എങ്ങനെ അവിടുന്ന് അവസ്ഥ എങ്ങനെയായിരുന്നു? ജയിലിൽ നിന്ന് മർദ്ദനമൊന്നും ഉണ്ടായില്ല. ജയിലിൽ 10-ാം ബ്ലോക്കിൽ ആദിവാസികളായ തടവുകാരിൽ നിന്ന് മാറ്റിയാണ് ഞങ്ങളെ ഇട്ടിരുന്നത്. എന്നെയും ഒരു അരൂഷ് എന്ന് പറഞ്ഞ ഒരാളെയും അന്ന് പോസ്റ്റർ ഒട്ടിച്ചതിനെ പിടിച്ച് കേസിൽപ്പെടുത്തിയ അരൂഷുണ്ട്. അരൂഷിനെ എന്നെയും പിന്നെ 10-ാം ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. പക്ഷേ അവിടുന്ന് മർദ്ദനമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നെ ചികിത്സയൊക്കെ കിട്ടിയത് ജയിലിൽ നിന്നാണല്ലോ. കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ മർദ്ദിക്കാനുള്ള ശ്രമമൊക്കെ നടന്നോ? കൊണ്ടുപോകുന്ന വഴിക്ക് മർദ്ദിക്കേണ്ടതായിരുന്നു.
ബാക്കി എല്ലാ ആദിവാസികൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. എനിക്കന്ന് മർദ്ദനം ഏൽക്കാതിരിക്കാനുള്ള ഒരു കാരണം, എൻ്റെ വീടിനടുത്തുള്ള ഒരു ആദിവാസിയായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസുകാരൻ എന്നെ എസ്കോർട്ട് ചെയ്ത് പോകുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് മർദ്ദനം ഏൽക്കാത്തത്. അപ്പോൾ അന്ന് ലക്ഷ്മണൻ എന്ന് പേരായിട്ടുള്ള ഈ പോലീസുകാരൻ, അദ്ദേഹം ബോധപൂർവം ചിലപ്പോൾ എന്നെ എസ്കോർട്ട് ചെയ്യാനുള്ള ഇത് ചോദിച്ചു വാങ്ങി വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഞാനൊരു ജോലി കിട്ടുന്ന സമയത്ത് ഞാനൊരു ബോണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10,000 രൂപയുടെ ഒരു ബോണ്ട് അദ്ദേഹത്തിന് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് ആ ജോലി കിട്ടിയത്. അപ്പോൾ അന്നൊക്കെ ആദിവാസിയായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ 10,000 രൂപയുടെ ബോണ്ടൊന്നും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആരും നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനില്ലായിരുന്നു. അന്ന് ഞാനാണ് അയാളെ സഹായിച്ചത്. അപ്പോൾ അതും കൊണ്ടായിരിക്കും അദ്ദേഹം അന്ന് ഈ കണ്ണൂരേക്ക് കൊണ്ടുപോകുന്ന എസ്കോർട്ട് ടീമിൽ വരികയും, അപ്പോൾ ലോക്കൽ പോലീസുകാർക്ക് മറ്റേ റിസർവ് പോലീസുകാരേക്കാൾ കുറച്ചുകൂടി ഈ പവറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് മറ്റേ റിസർവ് പോലീസുകാർ മർദ്ദിക്കാൻ വന്നിരുന്നെങ്കിലും ഈ ലക്ഷ്മണൻ അതിനൊന്നും അനുവദിച്ചില്ല. ലക്ഷ്മണൻ അന്ന് അത് മുഴുവൻ തടയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകൂടെ അടിയെല്ലാം തലേ ദിവസത്തെ അടി വീണ്ടും ആ വാനിലിട്ട് ചെയ്യുമായിരുന്നു.